നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റൊരു സബ്സ്ക്രൈബറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ചോദിച്ചിട്ടുള്ളത് അൾട്രോൺ FF ആണ്. ചാനലിൻ്റെ നെയിം ആയിരിക്കും. ചോദ്യം എങ്ങനെയാണ്: 18 വയസ്സ് തികയാതെ പ്രോട്ടീൻ യൂസ് ചെയ്യാമോ? ഈ ചോദ്യം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് 15 വയസ്സ് തികയാതെ പ്രോട്ടീൻ യൂസ് ചെയ്യാൻ പാടുണ്ടോ, 18 വയസ്സ് തികയാതെ പ്രോട്ടീൻ യൂസ് ചെയ്യാൻ പാടുണ്ടോ, അതുപോലെ തന്നെ പ്രോട്ടീൻ യൂസ് ചെയ്യേണ്ട ഏജ് എത്രയാണ്? ഇതിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ദിസ് ഈസ് ബിബിൻ, യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഉത്തരത്തിലേക്ക് വരാം. പ്രോട്ടീൻ ഉപയോഗിക്കുന്നതും ഏജുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ചെറിയ കുട്ടികൾ കുടിക്കുന്ന മുലപ്പാൽ വരെ 60 മുതൽ 80% പ്രോട്ടീനാണ്. ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത് ഒരുപക്ഷെ വേ പ്രോട്ടീനെ കുറിച്ചായിരിക്കും. എന്താണ് വേ പ്രോട്ടീൻ എന്നത് ആദ്യം മനസ്സിലാക്കുക. പാലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം പ്രധാനപ്പെട്ട 9ഓളം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. എന്താണ് വേ പ്രോട്ടീൻ, വേ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് വേ പ്രോട്ടീൻ, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ചോദ്യത്തിനുള്ള പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 18 വയസ്സ് തികയാതെ പാല് കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? അത്ര മാത്രമേ ഈ ചോദ്യത്തിനെ കാണേണ്ടതായിട്ടുള്ളൂ. ഇനി എൻ്റെ അഭിപ്രായത്തിലേക്ക് വരാം. ചെറിയ പ്രായത്തിൽ നിങ്ങൾ മാക്സിമം സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഫുഡിൽ നിന്ന് തന്നെ ന്യൂട്രിയൻസ് ലഭിക്കുന്ന തരത്തിലുള്ള ഫുഡ് തയ്യാറാക്കി അത് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അഡിഷനാണ്. അതായത് നിങ്ങൾ ഇത് ഉപയോഗിച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇതില്ലാതെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഏത് സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും വളരെ എക്സ്പെൻസീവാണ്. ചെറിയ പ്രായത്തിൽ നമുക്കിത് വാങ്ങാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. നമ്മൾ പാരൻസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ക്യാഷ് വാങ്ങുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് മസ്റ്റായിട്ടും വേണ്ടി വരും. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകില്ല. അത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടാറുമുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ബോഡി ബിൽഡിംഗ് നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുക. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തെ കണ്ടോ എനിക്കും അതുപോലെ ആവണം എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ട് ഒരിക്കലും സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊരു ചാർട്ട് തയ്യാറാക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, ഈ ഭക്ഷണങ്ങൾ കഴിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏജും അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു സബ്സ്ക്രൈബറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദിസ് ഈസ് ബിബിൻ, സൈനിങ് ഓഫ്.